ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ നമ്മൾ പൊതുവേ ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റ് അതാണ് മെയിനായിട്ട് നോക്കുന്നത്. ഇസ്രായേൽ ലെബനാൻ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ട് ഇറാനെ ഫോക്കസ് ചെയ്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഒരു 10-15 ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അബ്ബാസ് അറക്ചി, ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി ഒരു ട്വീറ്റ് ചെയ്തായിരുന്നു. ആ ട്വീറ്റ് എന്താണെന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഞങ്ങൾ ഓപ്പൺ ചെയ്യുകയാണ്, പക്ഷേ കമേഴ്ഷ്യൽ ഷിപ്പുകൾക്കും സിവിലിയൻ ഷിപ്പുകൾക്കും അതിലേക്ക് കടന്നു പോവാം. ഇതാണ് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി എഴുതിയ ട്വീറ്റ്. അപ്പോൾ ഈ ട്വീറ്റ് പുറത്ത് വന്ന ഉടനെ തന്നെ ട്രംപ് തുടങ്ങി കളി. കാരണം ട്രംപ് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ഡിപ്ലോമസിയും ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ പുള്ളിക്കാരന് പറയേണ്ടതുണ്ടോ? ഉടനെ തന്നെ സ്റ്റെനോ, പണ്ടത്തെ സ്റ്റെനോ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിലറിനെ വിളിച്ചു, തൊട്ടടുത്തിരുത്തി തുരുതര ട്വീറ്റുകൾ ഇടാൻ തുടങ്ങി. ഓരോ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോഴും ട്വീറ്റ് ഇങ്ങനെ അടിച്ചിറക്കുകയാണ്. ഇന്ത്യൻ ടൈം ഒരു 6 മണിയോട് കൂടിയാണ്, 6 PM, അതായത് 17-ാം തീയതി 6 PM കൂടി സയ്യദ് അബ്ബാസ് അറക്ചി, ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ, ആദ്യത്തെ ട്വീറ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ അബ്ബാസ് അറക്ചി പറഞ്ഞത് ഇൻ റെസ്പോൺസ് വിത്ത് സീസ് ഫയർ. ഏത് സീസ് ഫയർ? ഇസ്രായേലും ലെബനനും തമ്മിലുള്ള സീസ് ഫയർ ഉണ്ടായതിനെ തുടർന്ന് ഞങ്ങൾ വളരെ കീനായിട്ട് ഇതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേ സാഹചര്യത്തിൽ ഞങ്ങൾ സ്റ്റേറ്റ് ഓഫ് ഹോർമൂസിലെ കമേഴ്ഷ്യൽ ഷിപ്പുകൾക്ക് പെർമിഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനം. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറാൻ്റെ കമോഡിറ്റി വലിയ രീതിയിൽ ഇറാൻ്റെ ചരക്ക് ഗതാഗതം, ഇറാൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ചരക്കുകൾ വരെ പ്രശ്നത്തിലാണ്. അതായത് അവർക്ക് കടൽ മാർഗം എത്തിയിരുന്ന കംപ്ലീറ്റ് ചരക്കുകളും ഇപ്പം സ്റ്റോപ്പായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ആ രാജ്യം വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലോട്ടാണ് പോകുന്നത്. ഒന്നാമതേ അവിടെ ഫൈനാൻഷ്യൽ ക്രൈസിസ്, നമ്മൾ അവരുടെ കറൻസി വാല്യൂ ഒക്കെ പല തവണ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അത്തരത്തിൽ ദാരിദ്ര്യം പിടിപെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഷിപ്പാണ് ഏറ്റവും ചീപ്പസ്റ്റ് ഷിപ്പിംഗ് മെത്തേഡ്. അപ്പോൾ അത് തന്നെ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതിലുപരിയായിട്ട് 90% ആയിട്ടുള്ള അവരുടെ എക്സ്പോർട്ടും നടക്കുന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവർ വഴങ്ങാണ്. വഴങ്ങാണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു ട്വീറ്റിലൂടെ കമേഴ്ഷ്യൽ ഷിപ്പുകൾക്ക് പ്രാഥമികമായിട്ട്, കാരണം 10 ദിവസത്തെ ടെമ്പററി സീസ് ഫയർ ആണല്ലോ ലെബനാനും ഇസ്രായേലും തമ്മിൽ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥിതിയിൽ ട്രംപ് ഉടനെ ഇതിനെ റീഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് കഥ, തിരക്കഥ, സംഭാഷണം മൊത്തം ഡൊണാൾഡ് ജെ ട്രംപ് കംപ്ലീറ്റ് വരികയാണ്. ഇറാനുമായിട്ട് ഡിസ്കസ് ചെയ്തോ ചെയ്തില്ലയോ ഇതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളാണ്. പക്ഷേ ട്രംപ് ട്വീറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഇറാൻ്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ സയ്യദ് ഖാത്തിബ്സാദെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ കമേഴ്ഷ്യൽ ഷിപ്പുകൾക്ക് മാത്രമേ ഞങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ മറ്റുള്ളവർ ഇതിനകത്ത്, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അതിനകത്ത് ഗ്യാസും ഓയിലൊക്കെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഒരുപക്ഷെ ആക്രമണം നടത്തും എന്നുള്ള സൂചനയാണ്, അതിനൊരു തടസ്സമുണ്ട് എന്നുള്ള സൂചനയാണ് ഇറാൻ്റെ ട്വീറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെയാണ് ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്ററും പറഞ്ഞു വെച്ചത്. ഒരു വിഷയം മാത്രം നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഇറാൻ്റെ ഉള്ളിൽ ഒരു ലീഡർഷിപ്പ് അൺസർട്ടനിറ്റി ഉണ്ട്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഒരാൾ ട്വീറ്റ് ഇട്ട് കഴിഞ്ഞാൽ മറ്റൊരു കൂട്ടർക്ക് വേണ്ടിയിട്ട് വേറൊരാൾ വേറൊരു സൈഡിൽ നിന്ന് ട്വീറ്റ് ഇടുന്നുണ്ട്. പൊളിറ്റിക്കൽ വിങ്, IRGC വിങ്, ഈ 2 വിങ്ങും തമ്മിലുള്ള ഒരു പൊരുത്തക്കേട് അവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്നാണ് മൈക്ക് എടുക്കുന്നവനെല്ലാം നേതാവാണ്. അതാണ് ഇപ്പോൾ ഇറാൻ്റെ ഉള്ളിലെ അവസ്ഥ. അതായത് ഒരു MT ചെയർ ഉണ്ട്, ആ ചെയറിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന പൊളിറ്റീഷ്യൻസിനെയും IRGC മെമ്പേഴ്സിനെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പിക്ചർ വളരെ വ്യക്തമാണ്. ഇതാണ് ഇറാൻ്റെ ഉള്ളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഉടനെ തന്നെ ആദ്യത്തെ ട്വീറ്റ്, ദ ഹോട്ടസ്റ്റ് കൺട്രി അമേരിക്കയാണ്. അതായത് അമേരിക്കയാണ് കംപ്ലീറ്റ് ലൈം ലൈറ്റിൽ നിൽക്കുന്ന രാജ്യം. പ്രത്യേകിച്ച് സ്ലീപ്പി ഫേസ് ജോ ബൈഡൻ ഉണ്ടായിരുന്ന സമയത്ത് ആരും തന്നെ അമേരിക്കയെ വില വെച്ചില്ല. അമേരിക്ക ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സീരിയസ് ആയിട്ട് കരുതാറില്ല. പക്ഷേ ഞാൻ വന്നതിന് ശേഷം വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഗൗരവത്തോടു കൂടി മറ്റുള്ള രാജ്യങ്ങളായിക്കോട്ടെ, രാജ്യങ്ങളുടെ പ്രതിനിധികളായിക്കോട്ടെ, അവരെല്ലാം തന്നെ കൃത്യമായിട്ട് അമേരിക്കയെ കേൾക്കുന്നു. സോ ഹോട്ടസ്റ്റ് കൺട്രി USA എന്നാണ് ആദ്യം എഴുതിയത്. അടുത്ത ട്വീറ്റ് സമാധാനപരമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇറാൻ്റെ കപ്പലുകളെ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ ഇപ്പോഴും കൃത്യമായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഞങ്ങളുടെ ബ്ലോക്കേഡ് തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സീസ് ഫയർ കാലഘട്ടത്തിലെങ്കിലും ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ചെറിയൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ട്രംപ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഇറാൻ ഞങ്ങളുടെ എല്ലാ കണ്ടീഷൻസിനും വഴങ്ങിയാൽ മാത്രമേ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ, അല്ലാത്ത പക്ഷം ഈ ബ്ലോക്കേഡ് ഇങ്ങനെ തന്നെ തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പോയിന്റ് കൂട്ടിച്ചേർക്കുന്നത് ഇങ്ങനെയാണ്, ഇറാൻ അഗ്രീഡ് ടു ഹാൻഡ് ഓവർ ദ എൻറിച്ച്ഡ് യുറേനിയം, അതും കൂടി പറയുന്നുണ്ട്. അതിനെ തുടർന്ന് മോർ മണി വിൽ എക്സ്ചേഞ്ച് സൂൺ എന്ന് പറയുന്നുണ്ട്. ഇത് ഞങ്ങളുടെ B2 ബോംബർ കൊണ്ട് നടത്തിയ
ആ ഒരു പ്രയോഗത്തിൻ്റെ പ്രതിഫലനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. സോ അമേരിക്കയുടെ മിലിറ്ററി മൈറ്റി അതിന് കിട്ടിയ വിജയമായിട്ടാണ് ഞാൻ ഇതിനെ കരുതുന്നത് എന്നൊക്കെ ട്രംപ് എഴുതി ചേർക്കുന്നുണ്ട്. ഭയങ്കര വിജയാഘോഷത്തിലാണ് ട്രംപ് ഇത് എഴുതുന്നത്. ഭയങ്കര വിജയാഘോഷത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ ട്വീറ്റുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. എന്തിനാണ് നമുക്കറിയില്ല. അബ്ബാസ് അരക്ചി ജസ്റ്റ് ഒരു ട്വീറ്റാണ് ഇട്ടത്. ആ ട്വീറ്റിൽ നിന്നാണ് ഇത്രമാത്രം കാര്യങ്ങൾ ട്രംപ് ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊക്കെ ട്രംപിൻ്റെ ഓൺ ചിന്താഗതികളാണെന്നാണ് ഇറാൻ പറയുന്നത്. ട്രംപിന് തോന്നിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതും നമുക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. അല്ലെങ്കിൽ എൻറിച്ച്ഡ് യുറേനിയം കൈമാറാം എന്ന് പറഞ്ഞതായിട്ട് ട്രംപ് ഓപ്പണായിട്ട് ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പുറകിലൊക്കെ ഉള്ളത് അസീം മുനീറിന്റെ ഇടപെടലാണെന്നാണ് പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പം അങ്ങനെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അസീം മുനീർ ഡൺ എ വെരി ഗുഡ് റോൾ എന്നൊക്കെ പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് ഒരു 2 ലൈൻ ട്വീറ്റൊക്കെ ട്രംപ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാന് വേണ്ടിയിട്ട്. അതേപോലെ പാകിസ്ഥാനെ പ്രശംസിച്ചുകൊണ്ട് ഇറാന്റെ സൈഡിൽ നിന്നും ട്വീറ്റ് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് രണ്ടുപേർക്കും പാകിസ്ഥാൻ ഓക്കെയാണ്. ദേ ആർ ട്രസ്റ്റിംഗ് പാകിസ്ഥാൻ. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ട്വീറ്റ്. ആ ട്വീറ്റിൽ ട്രംപ് പറയുന്നത് ഇനി ഇറാൻ ഈ പ്രോക്സി ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമെല്ലാം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റീജിയണൽ പ്രോക്സി, നിങ്ങൾ കേട്ടിട്ട് ചിരിക്കരുത് കേട്ടോ. ട്രംപ് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മൾ സ്വയം വിലയിരുത്തി ഈ പോയിന്റുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അടക്കി പിടിച്ചിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിരിച്ചിട്ട് കാര്യമില്ല. ട്രംപ് പറയുന്നത് ഇറാൻ പ്രോക്സികളെയൊക്കെ ഇനി പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞ് എഗ്രി ചെയ്തതായിട്ട് ട്രംപ് പറയുന്നുണ്ട്. ഞാനല്ല, ട്രംപ് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് ദിസ് ഡീൽ നോട്ട് ഇൻക്ലൂഡ് ലെബനാൻ. ഈ ഡീലിൽ ലെബനാനെ ഇൻക്ലൂഡ് ചെയ്യേണ്ട. അതുപോലെ ഹെസ്ബുള്ളയുടെ വിഷയം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഡീൽ ചെയ്തോളാം. ഇസ്രായേൽ നിങ്ങൾ ഇനി ലെബനാൻ്റെ ഉള്ളിൽ ബോംബ് ചെയ്യരുത്, ബോംബിങ് നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സീസ് ഫയറിനെ സംബന്ധിച്ചിടത്തോളം, ലെബനാൻ്റെ സീസ് ഫയറിനെ സംബന്ധിച്ചിടത്തോളം സീസ് ഫയർ പ്രഖ്യാപിച്ച ഉടനെ തന്നെ വിത്തിൻ 30 മിനിറ്റ്സിൽ തന്നെ ഇസ്രായേൽ സീസ് ഫയർ ലംഘനം നടത്തി എന്നുള്ള ആരോപണം ലെബനൻ്റെ പ്രസിഡന്റ് ജോസഫ് ആവോൻ പറയുന്നുണ്ട്. അതേപോലെ ഹെസ്ബുള്ളയും സീസ് ഫയറിനെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു വാദം ഇസ്രായേലും മുന്നോട്ട് വെക്കുന്നുണ്ട്. നഹാരിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് ഹെസ്ബുള്ള ആക്രമണങ്ങൾ നടത്തിയതായിട്ട് ഇസ്രായേൽ പറയുന്നുണ്ട്. കൃത്യമായിട്ട് വീഡിയോ ഫുട്ടേജ് സഹിതം അവർ കാര്യങ്ങളൊക്കെ പുറത്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഹെസ്ബുള്ള പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഡീൽ ലെബനനുമായിട്ടാണ്, അല്ലാതെ ഹെസ്ബുള്ളയുമായിട്ടല്ല. അതുകൊണ്ട് ഹെസ്ബുള്ളയ്ക്ക് എന്തും ആവാം എന്നുള്ള നിലപാടാണ് ഹെസ്ബുള്ളയുടേത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഹെസ്ബുള്ളയെ സെപ്പറേറ്റ് ആയിട്ട് ട്രംപ് ഡീല് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ഡെഫിനേഷൻ പിന്നീട് കൊടുക്കുന്നുണ്ട്. ഇറാൻ പാകിസ്ഥാൻ വഴിയാണ് ഈ മെസ്സേജുകളെല്ലാം കൈമാറിയതായിട്ട് ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അസീം മുനീർ ത്രൂ ആണ് ഇത് കൈമാറിയത്, ഈ മെസ്സേജുകളെല്ലാം കൺവേ ചെയ്തത് അമേരിക്കയിലോട്ട് എന്നാണ് പറയുന്നത്. നമുക്കിപ്പം ഒന്നും തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും മുഖവിലേക്ക് എടുക്കാറായിട്ടില്ല. ജസ്റ്റ് പ്രാഥമിക ഘട്ടത്തിലാണ്. ട്രംപ് പബ്ലിഷ് ചെയ്ത ട്വീറ്റിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഇതെല്ലാം തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ ഷോക്ക് ആയിട്ടുള്ള മറ്റൊരു വിഷയം കൂടി ട്രംപ് പറയുന്നുണ്ട്. ട്രംപ് പറഞ്ഞു വെക്കുകയാണ്, ഇറാനും ഞങ്ങളും ചേർന്ന്, അമേരിക്കയും ഇറാനും ജോയിൻ്റ് ആയിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ മൈനുകൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കും ഒരുമിച്ച്. അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇവർ രണ്ടുപേരും ഒരുമിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഇറങ്ങി മൈനുകളൊക്കെ ഇറാൻ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന മൈനുകളൊക്കെ നീക്കം ചെയ്യാൻ ഇറാൻ സഹായിക്കും അമേരിക്കയോടൊപ്പം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. പക്ഷേ ട്രംപ് ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ട്രംപ് ഉടനെ തന്നെ സൗദി അറേബ്യയ്ക്കും ഖത്തറിനും UAE-ക്കൊക്കെ അകമഴിഞ്ഞ നന്ദി അറിയിച്ചിട്ടുണ്ട്. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത രീതിയിൽ ഏതാണ്ട് യുദ്ധം വിജയിച്ച മട്ടിൽ സമാധാനം കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെയാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ട്വീറ്റ്, CNN, ന്യൂയോർക്ക് ടൈംസ്, ഫേക്ക് മീഡിയ, നിങ്ങൾ ഫേക്ക് ന്യൂസാണ് അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ ഞങ്ങൾ എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരു സീസ് ഫയർ കൊണ്ടുവന്ന് ഇറാനെ ശരിക്കും പറഞ്ഞാൽ തോൽപ്പിച്ചിരിക്കുന്ന മട്ടിലുള്ള പ്രസ്താവനകളൊക്കെ ട്രംപ് പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എക്സിറ്റ് പ്ലാനിനെ കുറിച്ച് നിരന്തരം ചോദ്യം ഉയർത്തിക്കൊണ്ടിരുന്ന 2 ചാനലുകളാണ് CNN-ഉം ന്യൂയോർക്ക് ടൈംസും. കുറച്ച് ഫേക്ക് ന്യൂസുകളൊക്കെ അവർ അടിച്ചിറക്കാറുണ്ട്. കാരണം ലെഫ്റ്റിസ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള വാർത്തകളാണ് അവർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് ആ മാധ്യമത്തിൻ്റെ നാച്ചറാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഫുള്ളി അവർ കൺട്രോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഇറാനും കൂടി അംഗീകരിക്കണം. ഇറാൻ ആണെങ്കിൽ ഇപ്പോഴും വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇറാൻ ഫുള്ളി ട്രംപിൻ്റെ കൺട്രോളിൽ വന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ട്വീറ്റ് നാറ്റോ രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആകുന്നു എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ട്രംപിൻ്റെ അടുത്ത്, സാർ ഞങ്ങൾ വേണമെങ്കിൽ സഹായിക്കാം, എവിടെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേണമെങ്കിൽ വാർഷിപ്പുകളെ അയച്ചു വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ട്വീറ്റ്. അപ്പോഴേ ട്രംപ് പേപ്പർ ടൈഗേഴ്സ്, ആരെയാണ് നാറ്റോ രാജ്യങ്ങളെ വിളിക്കുക, വെറും പേപ്പർ ടൈഗേഴ്സ് ആണ്. നിങ്ങളെ കൊണ്ട് ഒരു രീതിയിലുള്ള കാര്യങ്ങളും നേടിയെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് വാക്ക് പറയാനോ
കഴിവില്ലാത്ത ആൾക്കാരാണെന്ന് ട്രംപ് അവരെ അപമാനിച്ച് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സഹായം വേണ്ട സമയത്ത് നിങ്ങൾ എത്തിയില്ല, ഇതുവരെ നിങ്ങളുടെ സഹായം വേണ്ടി വന്നിട്ടില്ല, ഇനി അങ്ങോട്ട് വേണ്ടതാനും. അപ്പോൾ ഇനി സഹായം വേണ്ട എന്നുള്ള രീതിയിൽ നാറ്റോ രാജ്യങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ട്രംപ്. പേപ്പർ ടൈഗേഴ്സ് എന്നാണ് വിളിച്ചത്. പാകിസ്ഥാൻ ഡൺ എ വണ്ടർഫുൾ ജോബ്. ആ ഒക്കേഷനിലും പാകിസ്ഥാന്റെ പേര് പറയാൻ ട്രംപ് മടിച്ചില്ല. ട്രംപ് ഈ മേൽ പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങളുടെയൊക്കെ പോക്കെങ്കിൽ പാകിസ്ഥാന്റെ സ്ഥാനം വളരെ വലുതായിരിക്കും. അതിൽ നമുക്കൊന്നും പറയാനില്ല. ഇറ്റ്സ് എ റിമാർക്കബിൾ പൊസിഷൻ തന്നെയായിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഇറാന്റെ സൈഡിൽ നിന്ന് ഒരു ട്വീറ്റ് വരുന്നുണ്ട്. കമേഴ്ഷ്യൽ ഷിപ്പുകൾക്കും സിവിലിയൻ ഷിപ്പുകൾക്കും മാത്രമാണ് പെർമിഷൻ, അല്ലാത്ത ഒരു ഷിപ്പുകൾക്കും ഇറാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ചെയ്യില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് വീണ്ടും ഇറാൻ ആവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മളുടെ മറ്റേ 3 ഗ്ലോബൽ ലീഡേഴ്സ്, മറ്റൊരു സെക്ഷൻ ഉണ്ടല്ലോ, യുകെയുടെ കീർ സ്റ്റാർമർ, യുകെയുടെ കീർ സ്റ്റാർമർ, അതേപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മനിയുടെ ചാൻസലർ ഫ്രെഡറിക് മെർസ്, അപ്പോൾ അതോടൊപ്പം ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണിയും കൂടി ചേർന്നിട്ട് പാരീസിൽ വെച്ചിട്ടൊരു മീറ്റിംഗ്. ഈ പാരീസിലെ മീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലേക്ക് കപ്പലുകൾ അയക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും ചർച്ചകളും 40 രാജ്യങ്ങളുടെ കൂട്ടായ്മ വിളിച്ചു കൂട്ടിക്കൊണ്ടാണ് ഇവർ ഈ തീരുമാനം എടുത്തത്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും വീഡിയോ കോൺഫറൻസിലൂടെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഇവർ 40 രാജ്യങ്ങളെ അണിനിരത്തിക്കൊണ്ട് വാർഷിപ്പുകളുമായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരുന്നു എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു. പക്ഷേ ആ സാഹചര്യത്തിൽ ഇവിടെ സിനിമ അവസാനിച്ചു. അതാണ് സംഭവം. ആ സിനിമയിൽ ഇൻ്റർവെല്ലും കഴിഞ്ഞ്, അപ്പോൾ അതേ സിനിമ തുടങ്ങിയപ്പോഴോ ഈ 40 രാജ്യങ്ങളുടെ കൂട്ടായ്മയും ഈ അനദർ ഗ്ലോബൽ ലീഡേഴ്സ്, അവരാണ് ഗ്ലോബൽ ലീഡേഴ്സ്, സൂപ്പർ പവർ എന്ന് വിചാരിക്കുന്ന ഗ്ലോബൽ ലീഡേഴ്സ് എത്തിയില്ല. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ലിൻ്റെ തൊട്ട് മുമ്പ് എത്തിയില്ല, ഇൻ്റർവെല്ലിന് എത്തിയില്ല. അത് കഴിഞ്ഞിട്ടും ട്രംപ് ഒരുപാട് സമയം കൊടുത്തായിരുന്നു. കഴിഞ്ഞ ആഴ്ച വരെ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ തുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരാം. അതായത് അമേരിക്ക ഈ ബ്ലോക്കേഡ് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം വരെ അമേരിക്ക ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കും നാറ്റോ രാജ്യങ്ങൾക്കും ടൈം ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഇതിലേക്ക് ഇറങ്ങാൻ തയ്യാറല്ലായിരുന്നു. ഇപ്പോൾ അവർ തയ്യാറാണെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ സിനിമ അവസാനിച്ചു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി അവർക്ക് ഹോപ്പില്ല, ചാൻസും ഇല്ല, സ്പേസ് ഇല്ല. ഇതാണ് ഇപ്പോൾ സംഭവം. പക്ഷേ എന്നാലും അവർ ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇറാനും അമേരിക്കയും ഇങ്ങനെ ഒരു നെഗോസിയേഷനിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ കാരണം കൊണ്ടാണ് ഈ സമാധാനത്തിൽ എത്തിയത്, അല്ലെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തുറന്നത് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ എന്നറിയില്ല. പാരീസിൽ പലതരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ കുറിച്ച്. ഇനിയിപ്പം ഹോർമോസിനെ കുറിച്ച് സംസാരിച്ചിട്ട് എന്ത് കാര്യമാണ്? ഒരു പ്രയോജനമില്ല, യൂസ്ലെസ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ രാജ്യങ്ങളുടെ നേതാക്കളുടെ ഫേക്ക് പൊളിറ്റിക്കൽ അജണ്ട, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫേക്ക് പൊളിറ്റിക്കൽ അജണ്ട വെച്ചിട്ടാണ് ഇവർ റഷ്യക്കെതിരെ ഇങ്ങനെ നിലപാടെടുത്ത് നിൽക്കുന്നത്. ഇപ്പം ഇവിടെ ഉക്രൈൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫേക്ക് ആയിട്ടുള്ള ഈ രാജ്യങ്ങളുടെ നിലപാടുകളെ തിരിച്ചറിയാതെ ഉക്രൈൻ്റെ സെലൻസ്കിയും ഇവരോടൊപ്പം ചേർന്ന് കുറച്ച് നക്കാപ്പിച്ച പൈസ കിട്ടാൻ വേണ്ടിയിട്ട് റഷ്യക്കെതിരെയുള്ള യുദ്ധം ഇങ്ങനെ തുടരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സെലൻസ്കി ഡയറക്റ്റ് ആയിട്ട് റഷ്യയെ എടുത്ത് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകാവുന്ന കാര്യമുള്ളൂ. നാറ്റോയെ ഞങ്ങൾ കൊണ്ടുവരുന്നില്ല ഞങ്ങളുടെ രാജ്യത്തിലേക്ക്, നിങ്ങളുടെ ബോർഡർ ലൈനിൽ ഒരു രീതിയിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസും ഞങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് ഒറ്റ വാഗ്ദാനം കൊടുത്താൽ മതി. പുടിന് വേണ്ടി വന്നാൽ ആ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം മൊത്തം കൊടുത്തിട്ട് മാറിപ്പോവും. പക്ഷേ അത് ചെയ്യാൻ സെലൻസ്കി തയ്യാറല്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒറ്റ വിഷയം സംസാരിച്ചാൽ മതി പുടിൻ്റെ അടുത്ത്, തീർന്ന്. ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുക്കുക, പെർമനൻ്റ് എഗ്രിമെൻറ്റ്. ഞങ്ങൾ നാറ്റോയിൽ മെമ്പർ ആവില്ല, റഷ്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യങ്ങളുടെ ഭീഷണിയും ഉക്രൈനിലൂടെ റഷ്യക്ക് വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പ്രശ്നം. അത് നേരിട്ട് സംസാരിക്കാൻ എന്താണ് പ്രശ്നം? പൊളിറ്റിക്സ്. അതാണ് പ്രശ്നം. ഈ പൊളിറ്റിക്സ് തന്നെയാണ് ഞാൻ ഈ മേൽ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പെരുമാറാനുള്ള കഴിവ് ഒരു പക്ഷേ സെലൻസ്കിക്ക് ഇല്ല. ഇല്ലെങ്കിൽ സെലൻസ്കിയും ഇവരോടൊപ്പം ചേർന്ന് പൈസ ഉണ്ടാക്കാനും രാജ്യത്തെ പറ്റിക്കാനും വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം ഇവിടെ മാൻ പവർ ഷോർട്ടേജ് ഉണ്ട്, റഷ്യക്കുമുണ്ട്, ഉക്രൈനുമുണ്ട്. റഷ്യയ്ക്കും മാൻ പവർ ഷോർട്ടേജ് ഉണ്ട്, ഉക്രൈനും മാൻ പവർ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഫ്രണ്ട് ലൈൻ ഇങ്ങനെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. കാരണം ഫ്രണ്ട് ലൈനിൽ അവർക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടും. അപ്പോൾ ഇനിയും ലക്ഷക്കണക്കിൽ സോൾജേഴ്സിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ വയ്യ. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ ടെക്നോളജിക്കൽ വാർ, ഡ്രോൺ വെച്ചുള്ള അറ്റാക്കുകൾ, മിസൈൽ ആക്രമണങ്ങൾ, ഇതേപോലെ കമിക്കാസ് ഡ്രോൺ ആക്രമണങ്ങൾ, ഇത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻസ് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്കുകൾ, ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് ലോങ് സ്റ്റാൻഡിങ് വാറാണ്. ഇതൊരു സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജി രണ്ട് രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വാർ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. ഒരു വാർ അട്രീഷനാണ്, അങ്ങനെയാണ് നമുക്ക് പറയേണ്ടി വരും. ഈ ഒരു അട്രീഷൻ ഇങ്ങനെ തുടരും. ഇപ്പം 4.5 വർഷമായി, 5 വർഷമാകാൻ പോകുന്നു. ഇതാണ് നിലവിലെ അവസ്ഥ. അപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാകാത്തതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഞാൻ മേൽ പറഞ്ഞ ഈ രാജ്യങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണ്.
ഇവരൊക്കെ ചുമ്മാ അങ്ങ് ബൂസ്റ്റ് ചെയ്ത് നീ അടിച്ചോ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇതാണ് സംഭവം. അപ്പോൾ ഇതിനകത്ത് ഇറാൻ ശരിക്കും പറഞ്ഞാൽ സീസ് ഫയർ ഇതെല്ലാം തന്നെ കോഷ്യസ് ആയിട്ടാണ് നോക്കിക്കാണുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഇസ്രായേലിനെ അവർക്ക് വിശ്വാസമില്ല. അതാണ് മെയിനായിട്ട് മനസ്സിലാക്കുന്നത്. ഇസ്രായേൽ ഏത് തരത്തിലും ഇതിനെ പൊളിക്കാനും തകർക്കാനും ഇതിലേക്ക് എൻട്രി ആവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇതിനെ ഒരു വാർ എസ്കലേഷനായിട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. പൊതുവിൽ ഇസ്രായേലിനെ കുറിച്ചുള്ള നരേറ്റീവ് ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ഇസ്രായേലിൽ കൃത്യമായ രീതിയിൽ ഒരു സ്ഥലത്തും വിജയം നേടിയിട്ടില്ല, ഗാസയും കിടന്നിഴയുകയാണ്, ഇറാനുമായിട്ടും പൂർണ്ണമായിട്ടുള്ള വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ലെബനന്റെ ഉള്ളിലും ഇപ്പൊ സീസ് ഫയറിന് തയ്യാറായേണ്ടി വന്നു. അപ്പൊ അതുപോലെ തന്നെ സിറിയയിൽ ഗോലാൻ ഹൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച വേണം എന്ന് പറഞ്ഞിട്ട് സിറിയയുടെ അഹമ്മദ് അൽ ഷറ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അമേരിക്ക കുറച്ച് പുഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വേണ്ട, അതായത് അഹമ്മദ് അൽ ഷാര ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ചർച്ചകൾ വേണ്ട, പിന്നീടാവാം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പിടിച്ചെടുത്ത എല്ലാ മേഖലകളിലേക്കും ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നെതന്യാഹുവിന് ഒരു പൂർണ്ണമായിട്ടുള്ള വിജയം കിട്ടിയില്ല എന്നുള്ളൊരു അജണ്ട, ഒരു നെറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ റിയാലിറ്റി അങ്ങനെയല്ല, റിയാലിറ്റി മറിച്ചാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഓപ്പോസിറ്റ് പാർട്ടികൾ ഇത്തരത്തിലുള്ള നെറേറ്റീവ് സെറ്റ് ചെയ്യുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ. അതുകൊണ്ട് നമ്മൾ ഇത് എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം ഇനിയിപ്പോൾ ഇലക്ഷൻ വരുന്നുണ്ട്, അപ്പോൾ ബെനറ്റ് അവിടെ മത്സരിക്കും. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ വിഷയങ്ങളെയൊക്കെ മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേലിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട് നെതന്യാഹുവിനെതിരെ. അതൊരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ഇസ്രായേൽ ഇപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത്, നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ലെബനൻ ഗവൺമെന്റുമായിട്ട് സീസ് ഫയർ സൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഹെസ്ബുള്ള ഞങ്ങളെ തിരിച്ചടിച്ച്, ഹെസ്ബുള്ള ആക്രമണം നിർത്താത്ത സാഹചര്യത്തിൽ ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചടിക്കും, അതിലൊരു സീസ് ഫയറും ഞങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല എന്നുള്ള നിലപാടാണ് നെതന്യാഹുവിൻ്റെത്. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്, ആക്രമണങ്ങൾ നടത്തിയിട്ടുമുണ്ട്. സീസ് ഫയർ കഴിഞ്ഞിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ട്രംപ് മുന്നോട്ട് വെക്കുന്ന ആശയം, അതായത് ട്രംപ് ഹെസ്ബുള്ളയെ ഒതുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്ന് പറഞ്ഞാൽ, ലെബനനെയും ഇസ്രായേലിനെയും ഒരുമിപ്പിച്ച് ലെബനന്റെ ഫോഴ്സും ഇസ്രായേലിന്റെ IDF-ഉം കൂടി ചേർന്നിട്ട് ഹെസ്ബുള്ളയ്ക്ക് നേരെ ഒരുമിച്ച് ആക്രമണം നടത്തി അവരെ ഒതുക്കാനുള്ള ഒരു പദ്ധതി. ആ പദ്ധതി അമേരിക്ക കൃത്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് ഇസ്രായേലിന്റെ കയ്യിൽ കൊടുക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പൊ ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രോക്സികളെ പ്രോത്സാഹിപ്പിക്കില്ല, ഇനി ഇറാൻ ഞങ്ങളുടെ കണ്ടീഷൻസിനെല്ലാം വഴങ്ങും, അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ പൂർത്തിയായി വരുമ്പോഴത്തേക്കും ഞങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ നിന്ന് പിൻവാങ്ങും, അതുവരെ ഞങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഇനി ഇറാന്റെ പ്രതികരണം എന്താണെന്നുള്ളതാണ് ലോകം കാത്തിരിക്കുന്നത്. ഇറാന്റെ പ്രതികരണം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇനി ഇതൊരു സീസ് ഫയറിലോട്ടോ അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ചയിലോട്ട് മുന്നോട്ട് പോകുമോ, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഒരു വിഷയമായിട്ട് തന്നെ തുടരുമോ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എന്തായാലും ക്രൂഡ് ഓയിലിന്റെ വില നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. ശരിക്കും $93 ഇരുന്ന ക്രൂഡ് ഓയിലിന്റെ വില 17-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും $73 കുറഞ്ഞിരിക്കുകയാണ്. ശരിക്കും നല്ല രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇൻവെസ്റ്റ്മെന്റുകൾ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യപ്പെടാനും അതേപോലെ തന്നെ സ്വർണ്ണവില ഉയരാനും സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.